എല്ലാ തമിഴ് മക്കൾക്കും വണക്കം. ഞാൻ രജിത് കുമാർ ഫ്രം കേരള. ഒരു മുരുകഭക്തൻ, ഒരു அமைப்பு இருக்கு எல்லம்மாருக்கு முருகபக்தரோட அமைப்பு, അതിൻ്റെ ഫൗണ്ടർ தான். இந்த வீடியோ எதுக்கு வச்சா, இப்போ நிறைய முருகப்பெருமாளில் நிறைய பரபரப்பாயிட்டு ஒரு சப்ஜெக்ட் ஓடிருக்கு. ഓൾ ഇന്ത്യ ஜூனியர் என்டிஆர் ஒரு ஆக்ட் பண்ணிட்டு ஒரு படம் வரப்போகுது. அதில் டைரக்டர் ഒരു വിഷയം சொல்லியாச்சு, മുരുകപ്പെരുമാൾ ബോൺ ഇൻ നോർത്ത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിറയെ ആൾക്കാർ അതിനെ അഗ്നിസ്റ്റ് വെച്ച് തുടങ്ങിയാച്ച്. മുരുകപ്പെരുമാൾ തമിഴർക്ക് സ്വന്തം, സൗത്തിൽ താൻ അവർ ബർത്തായിരിക്കണേ. அப்படி நிறைய விஷயங்கள் ரன் பண்ணுമ്പോൾ என்னோட சில ஒப்பீனியன் வித் ப்ரூஃப் உங்களோட சொல்லாண்டு தான் நான் இந்த வீடியோ போடுறது. உங்களுக்கு பாருங்கோ, முருகப்பெருமாள் ആരെയെന്ന് உங்களுக்கு தெரியும். வித் ப்ரூஃப் தான் ഞാൻ சொல்லுறது. ஃபஸ்ட் என்னோட ஒப்பீனியன், முருகப்பெருமாள் ஒரு ഗ്ലോബൽ ലീഡർ. அது எதுக்கு அப்படி എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഞാൻ അപ്പുറം ചൊല്ലാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു കേൾവി, നോർത്ത് ഇന്ത്യയിൽ മുരുക വഴിപാട് ഉണ്ടായിരുന്നു. കണ്ടിപ്പാ ഒരു ടൈമിൽ മുരുകപ്പെരുമാൾ നിറയെ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. அதுக்கொரு எக்ஸாம்பிள் சொல்ல வச்சா, சந்திரகுப்த சன்னு பேர் குமரகுப்தன். അവരുടെ സൺ പേരെന്താ தெரியுமா? സ്കന്ദഗുപ്തൻ. മുരുകപ്പെരുമാളുടെ പേര് രാജാക്കന്മാർക്ക്, മന്നന്മാർക്ക് ഇരിക്കുക. അപ്പോൾ എവ്വളോ പ്രജകൾക്ക് அந்த പേര് ഇരുന്നിരിക്കും. അപ്പോൾ എവ്വളോ പെരിയ വഴിപാട് அங்கே முருக வழிபாடு அந்த காலத்தில் இருந்துக்கும். அவர் நிறைய கோயின் டிசைன் பண்ணியிருക്കുക, മുരുകപ്പെരുമാളുടെ പടം വെച്ചിട്ട്. നമ്മൾ ഡൽഹി മ്യൂസിയത്തിൽ അതിരിക്കുക, നിറയെ ഗോൾഡ് കോയിൻസ് മുരുകപ്പെരുമാളുടെ പടം വെച്ചിട്ടുള്ളത്. വിദേശ എന്ന് പറഞ്ഞൊരു ഇടം ഇരിക്കുക, മധ്യപ്രദേശ്, ഇന്ത്യയിലും മധ്യപ്രദേശിലും. അതിൽ 18 ഗുഹാക്ഷേത്രങ്ങളിരിക്കുക. അതെപ്പോൾ ബിൽഡ് പണിയത് தெரியுமா? ചന്ദ്രഗുപ്ത ടൈമിൽ, 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതിപ്പോൾ യുനെസ്കോ അത് മെയിൻറ്റെയിൻ பண்ணது. അതിൽ 3ാമത്തെ ഗുഹ ടെമ്പിളിൽ മുരുകപ്പെരുമാളുടെ സ്റ്റാച്ചു ഇതായിരിക്കുന്നത്. കിട്ടത്തട്ട പഴയാണ്ടൊരു പോലെ ഇരിക്കും. നിങ്ങൾ ചെക്ക് பண்ணி பாருங்க ഗൂഗിളിൽ. അപ്പോൾ കണ്ടിപ്പോൾ അത് മറ്റല്ല, വിക്രമാദിത്യരുടെ നവ പണ്ഡിതർ, അതിൽ ഒരാൾ താൻ കാളിദാസൻ എഴുതിയത് താൻ കുമാര സംഭവം എന്താ ബുക്ക്. എന്താ സബ്ജക്റ്റ്? മുരുകപ്പെരുമാളുടെ ബർത്ത് താൻ അവർ റൈറ്റ് பண்ணிയിരിക്കണത്. കണ്ടിപ്പാ നോർത്തിൽ ഒരു ടൈമിൽ നിറയെ മുരുക വഴിപാട് നടന്നിരിക്കുക. പിന്നെ നെക്സ്റ്റ്, എപ്പിടി മുരുകപ്പെരുമാൾ ഗ്ലോബൽ ലീഡർ ആയിരിക്കുക. அதுக்கு മുമ്പ് ഞാൻ ഒരു വിഷയം சொல்லும். കണ്ടിപ്പാ മുരുകപ്പെരുമാൾ തമിഴ് കടവുൾ താൻ. തമിഴ് ഭാഷ ഉരുവാക്കിയത് മുരുകപ്പെരുമാൾ താൻ. ഇന്ത്യ ഉലകത്തിലെ ഓൾഡസ്റ്റ് ലാംഗ്വേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് തമിഴ് ലാംഗ്വേജ് താൻ. തമിഴ് ലാംഗ്വേജ് ഒരു മൊഴി മട്ടുമല്ല, അതൊരു എനർജി താൻ. കാരണം അത് മുരുകപ്പെരുമാൾ ഉരുവാക്കിയ அந்த ലാംഗ്വേജ് താൻ. അതൊരു പവർ ഇരിക്കുക. അതുക്ക് തമിഴ് കലാചാരം അതുതാൻ അവർ നിറയെ ഇടങ്ങൾക്ക് കൊണ്ടുവരിക്കും ഉലകത്തിൽ. അത് കാരണം ഞാൻ കണ്ടിപ്പാ ചൊല്ലും, മുരുകപ്പെരുമാൾ തമിഴ് കടവുൾ താൻ. അപ്പോൾ എപ്പിടി ഒരു ഗ്ലോബൽ ലീഡർ ആവുന്നത് உங்களுக்கு செக் பண்ணுங்க. ஆஸ்திரேலிയയിൽ അബോർജിൻസ് എന്നുള്ളത് അവർ തമിഴരായിട്ട് കണക്ഷൻ ഇരിക്കുക. നിറയെ വേർഡ്സ് തമിഴ് ലാംഗ്വേജായിട്ട് കണക്ട് பண்ணிയിരിക്കുക. ഇവരെങ്കേന്ന് വന്ന് കണക്ട് பண்ணிയിരിക്കുക? കുമാരിക്കാണ്ടം എന്നിടത്തിൽ താൻ കണക്റ്റ് ആവുന്നത്. കുമരിക്കണ്ടത്തിൽ താൻ മുരുകപ്പെരുമാൾ ബർത്തായിരിക്കുന്നത്. കാർത്തിക നക്ഷത്ര കൂട്ടത്തുനിന്ന് നമ്മൾ സ്റ്റോറി உங்களுக்கு എല്ലാവർക്കും தெரியும். ശിവനുടെ നെറ്റിയിൽ നിന്ന് കണ്ണിൽ നിന്ന് വന്ന എനർജി, അഗ്നി, சரவண பகையில் போட்டாச்சு. அந்த பவர் ஹேண்டில் தாங்க முடியாது, சரவண பகையில் போட்டாச்சு. கார்த்திகை நட்சத்திர அவர் வந்துட்டு முருகப்பெருமாளை கெயர் பண்ணியாச்சு. அந்த மாதிரி ஸ்டோரிகளெல்லாம் பார்த்துருக்கோம். அந்த கார்த்திகை நட்சத்திரங்களுக்கு ഇംഗ്ലീഷിലുള്ള പേരെന്ന് தெரியுமா? പ്ലീഡിയസ് സ്റ്റാർ ക്ലസ്റ്റർ. ഇതെല്ലാം കുമാരികാണ്ടായിട്ട് കണക്റ്റഡ്. കുമാരികാണ്ടത്തിൽ താൻ അവർ ബർത്തായിരിക്കുക. ഫസ്റ്റ് സംഘകാലഘട്ടമേ അങ്കേ ഇരുന്നിട്ട് അവർ വേൾഡ് മുഴുവൻ റൂൾ பண்ணிയിരിക്കുക.
6 പടവീട് உங்களுக்கு എല്ലാവരും தெரியும். ഒരു 6 ആർമി ക്യാമ്പ് വേൾഡ് മുഴുവൻ ആச்சு. 6 ആർമി ക്യാമ്പ് വേൾഡിൽ 6 இடத்துல அவ்வளோ பவர்ஃபுல்லாக அவர் ரூல் பண்ணியிருக்க. நமக்கு உங்களுக்கு எல்லாருக்கும் தெரியும். இப்போ பதயாத்திரை வரப்போகுது. காவடி கை பிடிச்சு ശൂലം കുത്തി எப்படி அது വരുന്നത്? அதுக்கு പഴമയിരിക്കുക ഒരു സ്റ്റോറി. മുരുകപ്പെരുമാളുടെ ടൈമിൽ അവർ ആർമി ലീഡർ വേൾഡ് മുഴുവൻ റൂൾ பண்ண ആൾ, நிறைய ஸ்ட்ராங் ஆர்மி இருக்கியா. அந்த 6 படை வீட்டில் നിന്ന് അവരെ പാക്കാൻ വേണ്ടി റൂട്ട് മാർച്ച് വന്ന ആർമി താൻ ഇപ്പം നമ്മൾ പാക്കുന്ന அந்த പദയാത്ര. അവർ ബാഗ് തൂക്കി വീരന്മാർ നിറയെ എന്താ മാതിരി ബ്രൈവായിട്ടുള്ള നിറയെ വിഷയങ്ങൾ ചെയ്തിട്ട് அந்த മാർച്ച് പാസ്റ്റ് വരുന്നത്. വേൾഡിൽ ഫസ്റ്റ് മാർച്ച് പാസ്റ്റ് മുരുകപ്പെരുമാൾക്ക് தான் നടന്നത്. അത് കണ്ടിന്യൂ பண்ணதான் ഇപ്പോൾ ശൂലം കുത്തി വരുന്നത്. ഇത് എന്താ ഞാൻ சொல்லியாச்சு. இந்த കാർത്തിക നക്ഷത്ര കൂട്ടം அதுக்கு ജപ്പാനിലെ പേരെന്നാ தெரியுமா? നിങ്ങൾ നോട്ട് பண்ணണം. ജപ്പാനിലെ அந்த കാർത്തിക നക്ഷത്ര കൂട്ടത്തിൻ്റെ പേര് സുബാരു, സുബ്രഹ്മണ്യൻ സുബാരു. അങ്ങൊരു മോട്ടോർ വെഹിക്കിൾ കമ്പനി ഇരിക്കുക. അവരന്ത സുബറു എന്നാണ് താൻ അവർ പോട്ടിരിക്കുന്നത് அந்த കമ്പനിക്ക്. അതിലെ ലോഗോ 6 സ്റ്റാർ താൻ കാർത്തിക നക്ഷത്രം. അപ്പോൾ ജപ്പാനിൽ എപ്പോഴും മുരുകപ്പെരുമാൾ കണക്റ്റ് ആയിരിക്കുക സുബ്രഹ്മണ്യ സുബാരു കാർത്തിക നക്ഷത്രം. ഇനി ഇറാഖിലേക്ക് പോകുമ്പോൾ യസീദുകൾ എന്ന് പറഞ്ഞാൽ സിദ്ധി തെക്കുന്ന് സിദ്ധിച്ച് വന്നവർ ലാലിഷ് ടെമ്പിൾ அங்கே ஒரு ப்ரேயர் பண்ணது. அதுக்கு மயிலிൻ്റെ மேலே இருக்கண ஒரு ஏஞ்சல்னு தான் அவர் ப்ரேயர் பண்ணது. இராக்கில் குர்திஷ் அந்த ஏரிയയിൽ നിങ്ങൾ பாருங்க எப்படி இராக்கில் ஒரு மயில் வழிபாடு. മുരുകപ്പെരുമാൾ റൂൾ പണി ഇടങ്ങൾ தான் ഇത് ജപ്പാൻ ഇറാക്കെല്ലാം. ഞാൻ അങ്ങ് പോയാൽ അർമേനിയയിൽ അവർക്കൊരു കോവിൽ ഇരിക്കുക. ഞാൻ അങ്ങ് പോയിട്ട് അങ്ങ് ഒരു വേൾഡ് യസീദി കോൺഫറൻസ് നടക്കുന്ന ടൈമിൽ தான் ഞാൻ അർമേനിയയിൽ പോയത്. അങ്ങ് അർമേനിയയിൽ പെരിയൊരു ടെമ്പിൾ ഇരിക്കും. அந்த കോൺഫറൻസിൽ ഞാൻ പോയി മയിലുമേ ഇരിക്കണ മുരുകപ്പെരുമാളുടെ പടം ഞാൻ അവർക്ക് കൊണ്ട് കാണിച്ചു കൊടുത്താச்சு. நிறைய ആൾക്കാർ എന്നെ വന്ന് பார்த்து இந்த மயில் படம் விட்டு கிஸ் பண்ணி ப்ரேயர் பண்ணி ரொம்ப எக்ஸைட்மெண்ட் ஆயாச்சு அவருக்கு. அதில் பெரியொரு லீடர் அவரோட பெரிய ஃப்ரம் இராக் அவர் அங்கே வந்துருந்தாச்சு. ടോപ്പ് സെക്യൂരിറ്റി ഇരിക്കുക അവർക്ക് ഞാൻ அந்த படம் கொண்டு கொடுத்தாச்சு. ആ പടം കൊടുക്കുമ്പോൾ അവരെന്നോട് சொல்லியது தெரியுமா? അവർക്ക് ரொம்ப 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 സന്തോഷം. അവർക്ക് தெரிஞ்சு போச்சு അവരുടെ ഗോഡ് മുരുകപ്പെരുമാളെന്ന്. അവർ சொல்லியாச்சு ഞാൻ இந்த ഫോട്ടോ ഇറാഖിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ എൻ്റെ എന്നോട് കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ച് അവർ ഇറാഖിലേക്ക് കൊണ്ടുപോയാச்சு. ചൈനയിലിരിക്കുക. ചൈനയിൽ ഒരു റീസെൻ്റായിട്ടൊരു വിഷയം നടന്നാச்சு. എനിക്കൊരു കോൾ വന്നാச்சு ഡൽഹിയിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. അവർ சொல்லியாச்சு ചൈനയിൽ നിന്ന് കൊഞ്ചൊരു ഗ്രൂപ്പ് ഡൽഹി വന്നിരിക്കുക. നമ്മൾ നല്ല കേൾക്കണം. അത് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുക. அந்த குரூப்பில் லீடர் லேடி அவர் சைனீஸ் பிரசிடெண்ட் ரிலேட்டிவ். அந்த மெயின் இம்பார்ட்டண்ட் அந்த பேர்சன் அவரோட பேசுമ്പോൾ அந்த சைனீஸ் லேடி சொல்லியாச்சு ഞാൻ സ്കന്ദർ ഭക്ത മുരുകപ്പെരുമാളുടെ ഭക്ത. അവർ സ്കന്ദർ தான் சொல்லണത്. അവർ மட்டுമല്ല ചൈനീസ് മിനിസ്ട്രിയിൽ നിറയെ ആൾക്കാർ ഇപ്പോൾ സ്കന്ദർ ഭക്തരായിരിക്കുക, മുരുകപ്പെരുമാളുടെ ഭക്തരായിരിക്കുക. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രി. ചൈനീസ് ആൾക്കാർ അവരിപ്പോൾ നിറയെ ആൾക്കാർ മുരുക വഴിപാടിലേക്ക് വന്നിരിക്കുക, സ്കന്ദ വഴിപാടിൽ വന്നിരിക്കുക. അവർ സ്കന്ദര വഴിപാട് ചെയ്യുന്ന ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നാച്ച്. ഒരു തലയിൽ ഒരു മേലും ഒരു ഇതിരിക്കുക മയിലിരിക്കണ ഒരു ഗോഡ്. പേര് ഞാൻ പോയില്ല. ഞാൻ ഫോട്ടോ പോടാം அந்த വീഡിയോയിൽ. அந்த ഫോട്ടോ കാണിച്ചു തന്നാച്ച്. ഞാൻ അവർക്ക് മുരുകപ്പെരുമാൾ വേല് കൊടുത്താച്ച് ഡൽഹിയിൽ. അവരന്ത വേല് കൊണ്ട് ചൈനയിൽ കൊണ്ടുപോയിരിക്കുമ്പോൾ ലാസ്റ്റ് റീസെൻ്റായിട്ട് ഒരു 1 month ബിഫോർ ചൈനയിൽ അവളോ മുരുക വഴിപാട് വന്നിരിക്കുക. നമ്മളിപ്പോൾ ആരും இந்த ഏരിയ മുഴുവൻ ജപ്പാൻ, ഇറാഖ്, ചൈന இந்த மாதிரி பாருங்க நிறைய വേൾഡിൽ. ഒരു വിഷയം കൂടി നിങ്ങൾക്ക് தெரியுமா? ഹാരപ്പ. അത് എന്നോട് വേറൊരാൾ ചൊല്ലി തന്നത്. ഹാരപ്പ എന്ന് ചൊല്ലണത് 6 അപ്പന്നാണ്. നമ്മൾ അപ്പ മുരുക എന്ന് വിളിക്കണ പോലെ 6. അപ്പോൾ അപ്പടി താൻ മുരുകപ്പെരുമാളിൽ ഇതിൽ താൻ ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നത്. அதுக்கு അവർ ഒരു എവിഡൻസ് തന്നത്. എന്താണ് എവിഡൻസ് തന്നത്? അഫ്ഗാനിസ്ഥാനിൽ ചെക്ക് പണി പാരുക ബാലമുരുക എന്നുള്ളൊരു ഇടം ഇരിക്കുക, മുരുക റിവർ ഇരിക്കുക ഹാരപ്പൻ ഏരിയയിൽ. ഞാൻ ചെക്ക് പണി പാത്താച്ച്.
அந்த ஸ்பெல்லிங்கு மட்டும் கொஞ்சம் முருகா GHAB പറഞ്ഞ് വന്നിരിക്കുക. அந்த மாதிரி சின்ன சேஞ்சு தான். പക്ഷെ அப்படி ஒரு இடம் இருக்கு ஆப்கானிஸ்தானில், இந்த ഹാരപ്പൻ ഏരിയയിൽ. അത് മുരുകപ്പെരുമാൾ കണക്റ്റഡ് ആണ്. മുരുകപ്പെരുമാൾ ഫെർട്ടിലിറ്റി ഗോഡ്. அது ஒரு சிவிலைசேஷன், எவ்ரி சிவிலைசேஷன் ஸ்டார்ட் பண்ணன ஆள் தான் முருகப்பெருமாள். அது ஃபஸ்ட்டு சிவிலைசேஷன் ஸ்டார்ட் பண்ணியது குமாரிகாண்டத்துலேருந்து. அங்கேருந்து தான் அவர் எல்லா இடங்களுக்கு 6 ஆர்மி கேம்ப் வேர்ல்டு முழுவதும் வச்சு அந்த சிவிலைசேஷன் நிறைய இடங்களுக்கு கொண்டு போய் அவர் உலகம் முழுவதும் ஆடியது. ஒரு வருஷம் சொல்லியா தமிழர் தான் உலகம் முழுவதும் ஆடின்னு சொல்ல முடியும். முருகப்பெருமாள் தான் உலகம் முழுவதும் ஆடியது. நிறைய இடங்கள் அவருடைய இதே மாதிரி செக் பண்ணி போகும்போது உங்களுக்கு நிறைய கண்ட்ரீஸில் அந்த விஷயம் தெரியும். இது இப்போ இதுக்கு இந்த மாதிரி நிறைய சப்ஜெக்ட் പറഞ്ഞ വെച്ചാൽ ഇത് മുരുകയുഗം தான். 2013 മുരുകയുഗം ആസ്ട്രൽ എർത്തിൽ സ്റ്റാർട്ടായാச்சு. നമുക്കെല്ലാവർക്കും தெரியும், നമുക്കൊരു ഫിസിക്കൽ എർത്ത് ഇരിക്കുക, ഒരു ആസ്ട്രൽ ബോഡി, ഒരു ഫിസിക്കൽ ബോഡി ഇരിക്കുക, ആസ്ട്രൽ ബോഡി, അതുக்கு മേലെ ഒരു ആസ്ട്രൽ ബോഡി ഇരിക്കും, നമ്മൾ അതിന് ഓറാന്ന് ചൊല്ലും. അതേമാതിരി എർത്തിനൊരു ഫിസിക്കൽ എർത്ത് ഇരിക്കുക, അതുക്ക് ചുറ്റും ഒരു ആസ്ട്രൽ എർത്ത് ഇരിക്കുക. அந்த ஆஸ்ட்ரல் எர்த்தில் 2013 முருகயுகம் ஸ்டார்ட் பண்ணியாச்சு. உங்களுக்கு எல்லாருக்கும் தெரியும், மாயன் கேலண்டர் 2012 தான் ஸ்டாப் ஆனது. புது ഇറ സ്റ്റാർട്ടായാச்சு 2013. 2020 ഫിസിക്കൽ എർത്തിൽ മുരുകയുഗം സ്റ്റാർട്ടായാச்சு. എല്ലാ യുഗം സ്റ്റാർട്ട് பண்ணுമ്പോൾ വേൾഡ് സീറോ ആവും. ഒരു പ്രളയം, ഒരു എന്താ പറയുക, ഒരു ഫ്ലഡ് വന്നിട്ട് താൻ അടുത്ത യുഗം സ്റ്റാർട്ടാവും. നമ്മൾ എല്ലാ സ്റ്റോറിയിലിരിക്കും. 2020 കൊറോണ ടൈമിൽ വേൾഡ് മുഴുവൻ സ്റ്റോപ്പ് ആയാச்சு, സീറോ ആയാச்சு. அந்த ടൈമിൽ പുതു എനർജി സ്റ്റാർട്ട് ആയി. ആഫ്റ്റർ ദ കൊറോണ ദ എർത്ത് ചേഞ്ച് ന്യൂ എറ, പുതു யுகம். அது முருகயுகம் தான். இந்த முருகயுகத்தில் முருகப்பெருமாளை விஷயம் உலகம் முழுவதும் வரப்போகுது. அதுதான் நான் சொல்லியது. சைனயில் அந்த ஸ்டார்ட் பண்ணியிருக்கியா, ஜப்பானில் நிறைய ஆൾക്കാർക്ക് அது தெரிய போகுது. அதாவது இப்போ மலேசியா, சிங்கப்பூருக்கு நிறைய இருக்கியா. എന്നാലും இந்த மாதிரி விஷயங்களும் நிறைய கண்ட்ரீஸில் வரும். அமெரிக்கயில் பெரிய ஒரு முருகன் ஸ்டாச்சு வர போகுது. இதெல்லாம் கண்டினியூஸாக இருக்கும். അപ്പോൾ മുരുകൻ ലോകം മുഴുവൻ. உங்களுக்கு ഒരു விஷயம் கூட தெரியுமா, നോസ്ട്രഡാംസ് உங்களுக்கு എല്ലാവർക്കും தெரியும். അവരൊരു விஷயம் சொல்லியிருക്കുക, മുക്കടൽ സൈഡിൽ ഒരാൾ വരും, அந்த ആൾ தான் உலகம் ஆடப்போகுது. அது முருகப்பெருமாள் தான். முக்கல் இடம்னு சொல்லுறது கன்னியாகுமரின்னு குமாரிகாண்டத்துன்னு தான் அந்த எனர்ஜி வரப்போகுது. அது முருகயுகம் தான். அவர் தான் வேர்ல்டு ரூல் பண்ண போகுது. அதுதான் நோஸ்ட்ரடாம்ஸ் சொல்லியிருக்காங்க. அந்த மாதிரி டைம் ஆயாச்சு. நிறைய இடங்களில் முருகப்பெருமாள் விஷயம் சொல்லும், தமிழ் கலாச்சாரம் சொல்லும், சித்த சயின்ஸு சொல்லும். அந்த முருகயுகத்தில் இந்தியா, பாரதம் வேர்ல்டு ரூல் பண்ண போகுது. ஒரு டைமில் பாரதம், இந்தியா வேர்ல்டு ரூல் பண்ணியிருക്കുക விக்ரமாதித்யன் அந்த டைமில். எகெயின் அது ஆக போகுது. அதுக்குள்ளது தான் 2020க்கு அப்புறம் தான் புது நியூ பார்லிமெண்ட் இந்தியக்கு வந்தது, புது எனர்ஜி. அங்கே உள்ளில் மயூர தீமில் தான் ரெடி பண்ணியிருக்கிறது. மயூர தீமில் നിങ്ങൾ പാരുങ്ക, മുരുകയുഗത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് മയൂര തീമിലേക്ക് ചേഞ്ച് പണിയാச்சு. 888 സീറ്റ് தான் இருக்கிறது. 8+8+8 24 2+4 6 ഷൺമുഖൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്ന വിഷയം தான் சொல்லണത്. அதுக்குള്ളിൽ சோழന്മാരെ செங்கோல் தமிழ் மந்திரம் சொல்லிட்டு தான் பிரதிஷ்டை பண்ணிது. இதெல்லாம் முருகயுகம் ஸ்டார்ட் பண்ணதுக்கு அப்புறம் தான் 2020க்கு அப்புறம் இந்தியா வேர்ல்டு ரூல் பண்ண போகுது. முருகப்பெருமாளோட விஷயம் நிறைய வரப்போகுது. ഉലകം മുഴുവൻ நிறைய കണക്റ്റഡായ മുരുകപ്പെരുമാൾ കണക്റ്റഡായ ആൾക്കാരൊക്കെ വെളിയിൽ വന്ന് നിറയെ മുരുക വഴിപാട് സ്റ്റാർട്ട് பண்ண പോകുന്നത്. അപ്പോൾ അവരൊരു ഗ്ലോബൽ ലീഡർ. നമുക്ക് மட்டும் நினைக்காண்ட, சவுத் இந்தியா, നോർത്ത് ഇന്ത്യ அப்படியும் திங்க் பண்ணണ്ട. முருகப்பெருமாளை எல்லாവരും வழிபடട്ടെ. അവർ ഒരു ടൈമിൽ ഉലകം ആടിയ ആൾ. நிறைய இப்போ முருகயுகம் வரப்போகுது. എഗെയിൻ അവർ വേൾഡ് ലീഡറാக പോകുന്നത്. നമ്മളെല്ലാം അവരെ വഴിപടണം, പ്രെയർ பண்ணണം. അവരുടെ ഹിസ്റ്ററി ഞാൻ ചിന്നൊരു ഷോർട്ടായിട്ട് தான் ഇതെല്ലാം சொல்லிയത്. நிறைய விஷயங்கள் இதில் சொல்லாനുണ്ട്. இது சின்ன வீடியோ தான், நிறைய விஷயங்கள் அப்புறம் சொல்லலாம். இதெல்லாம் கனெக்ட் பண்ணிட்டு நிறைய இடங்களில் ഞാൻ அது கனெக்ட் பண்ணி சொல்லலாம். എനിക്കൊരു ഇതൊരു വീഡിയോ പോടണമെന്ന് തോന്നിയാச்சு. കാരണം ഉങ്ങൾക്കെല്ലാം തെരിയണം, അവരൊരു ഗ്ലോബൽ ലീഡർ. അവർ നോർത്തും സൗത്തും மட்டுമല്ല, അവർ വേൾഡ് ഫുൾ കൺട്രോൾ பண்ணன വേൾഡ് ലീഡർ. നമുക്ക് അവരെ ப்ரேயர் பண்ணலாம். அவரோட பிளெஸ்ஸிங் உங்களுக்கு எல்லாருக்கும் கிடைக்கട്ടെ.
ரொம்ப சந்தோஷம். வணக்கம். வெற்றிவேல் முருகனுக்கு ஹரோஹரா. ஞானவேல் முருகனுக்கு ஹரோஹரா. ஞானதண்டாயுத பாணிக்கு ஹரோஹரா. வீரவேல் முருகனுக்கு ஹரோஹரா. ஜெய் பழனியாண்டவா, ஜெய் பழனியாண்டவா, ஜெய் பழனியாண்டவா.